കുണ്ടറയിലെ സിയാദിന്റെ മരണത്തിൽ പോലീസിന് കുരുക്കായി ഡോക്ടറുടെ നിർണായക മൊഴി. പോലീസുകാരൻ മർദ്ദിച്ചുവെന്ന് സിയാദ് പറഞ്ഞതായി ചികിത്സിച്ച ഡോക്ടർ ശരത് രാജൻ മൊഴി നൽകി. ജൂൺ 16 പുലർച്ചെ 1:30 ശ്രീജിത്ത് എന്ന പോലീസുകാരൻ ജീപ്പിൽ കയറ്റി മർദ്ദിച്ചുവെന്നാണ് സിയാദ് ഡോക്ടറോട് പറഞ്ഞത്. ആശുപത്രി രേഖയിലും ഡോക്ടർ സിയാദിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി അനൽക ചെയ്തു ചേരുന്നുണ്ട്. അനൽക, പോലീസിന്റെ ആരോപണങ്ങളെ തീർത്തും നിഷേധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഡോക്ടറുടെ മൊഴി പുറത്തു വരുന്നത്. നിർണായകമായ വഴിത്തിരിവാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. പോലീസുകാർ പറഞ്ഞിരുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ് ഇയാളെ മർദ്ദിച്ചതെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടറുടെ മൊഴി സ്ഥിരീകരിക്കുന്നു പൊലീസിന്റെ മർദ്ദനം ഉണ്ടായിട്ടുണ്ടെന്ന്. എന്താണ് മൊഴിയിൽ പറയുന്നത്? തീർച്ചയായിട്ടും ഹരി, അതായത് ഈ സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വാദങ്ങൾ ഓരോന്നായി പൊളിയുകയാണ്. അതായത് ഇന്നലെ അടക്കം മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അതായത് സിയാദിന് മറ്റൊരാളുടെ മർദ്ദനം ഏറ്റു എന്നായിരുന്നു. എന്നാൽ അത് തീർത്തും ഇല്ലാതാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. അത് സിയാദ് ഈ ആശുപത്രി രേഖയിലടക്കം ഈ സിയാദിന് മർദ്ദനമേറ്റതായ രേഖകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ, കുണ്ടർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ശരത് രാജൻ ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് സിയാദിന് പോലീസിന്റെ മർദ്ദനം ഏറ്റിരുന്നു. ഈ കാര്യം സിയാദ് ഡോക്ടറോട് കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറായിട്ടുള്ള ശരത് രാജന്റെ മുന്നിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ മാസം 3 കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് സിയാദ് ഡോക്ടറോട് ഈ കാര്യം പറഞ്ഞത്. അതായത് ജൂൺ 16 സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് പുലർച്ചെ, അതായത് 17 പുലർച്ചെ 1:30 ശ്രീജിത്ത് എന്ന പോലീസുകാരൻ ജീപ്പിൽ കയറ്റി മർദ്ദിച്ചു എന്നാണ് സിയാദ് ഡോക്ടറോട് പറഞ്ഞത്. ഈ ആശുപത്രി രേഖയിലടക്കം ഡോക്ടർ സിയാദിന്റെ മൊഴി രേഖപ്പെടുത്തി ഈ കാര്യം ഉൾപ്പെടെ സിയാദിന്റെ ഭാര്യ മീഡിയ വണ്ണിനോടക്കം ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. അതായത് ആദ്യം ജൂൺ മാസം 26 വീടിന് സമീപത്തെ ഹെൽത്ത് സെന്ററിൽ കാണിക്കുന്നു. അതിനുശേഷം കുണ്ടറ താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കാണിച്ച സമയത്ത് പോലും ഇക്കാര്യങ്ങൾ, അതായത് എന്താണ് സംഭവിച്ചത് കാര്യം ഈ സിയാദിന്റെ കുടുംബാംഗങ്ങൾ, അവിടെയുള്ള ഡോക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴിയാണ് കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയിട്ടുള്ളത്. അതായത് ഡോക്ടർ ശരത് രാജനാണ് ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടുള്ളത്. അതേസമയത്തിന് മർദ്ദനമേറ്റിരുന്നു. ഇതിനു മുമ്പ് തന്നെ ഈ പരാതിക്കാരിയായ പെൺകുട്ടിയും ഇത്തരത്തിൽ സിയാദിന് മർദ്ദനമേറ്റെന്ന കാര്യം സ്വീകരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ജീപ്പിലുണ്ടായിരുന്നു പരാതിക്കാരി പറഞ്ഞിട്ടുള്ളത് ശ്രീജിത്ത് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി മർദ്ദിച്ചു. ഈ കാര്യത്തിൽ ഞാൻ സാക്ഷിയാണ് എന്ന രീതിയിൽ ഈ പെൺകുട്ടി പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഏറെ നിർണായകമായിട്ടുള്ള ഇതിൽ കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറായിട്ടുള്ള ആ സമയത്ത് ഈ സിയാദ് ചികിത്സ തേടിയിട്ടുള്ള ഈ ഡോക്ടർ കൂടിയായിട്ടുള്ള ഡോക്ടർ ശരത് രാജന്റെ മൊഴി ഇപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ശ്രീജിത്തിനെതിരെയുള്ള സസ്പെൻഷൻ നടപടി ഉത്തരവിലും ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ പോലീസിന്റെ അടുത്ത് നിന്ന് മർദ്ദനമേറ്റിരുന്നു, ശ്രീജിത്ത് മർദ്ദിച്ചിരുന്നു. ഈ ഡോക്ടറുടെ അതായത് ഈ സിയാദിനെ മർദ്ദിച്ച കാര്യം മെഡിക്കൽ, അതായത് ഡോക്ടർ ഈ കുണ്ടറ താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകളിൽ ഈ സിയാദിനെ മർദ്ദിച്ചതായുള്ള രേഖകൾ രേഖപ്പെടുത്തിയിരുന്ന കാര്യം പോലീസുകാരടക്കം കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നിർണായകമായ മൊഴി ഈ സിയാദിനെ ചികിത്സിച്ച ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ശരത് രാജൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയിട്ടുള്ളത്. ഇതോടെ പോലീസിന്റെ വാദം പൂർണ്ണമായി പൊളിയുകയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സിയാദിന് മറ്റൊരാളുടെ മർദ്ദനമേറ്റു എന്നായത് അത്തരത്തിലുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ തന്നെ പറയുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ ഡോക്ടർ മൊഴി നൽകി. അതായത് സിയാദിന് മർദ്ദനമേറ്റു എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിന് കുരുക്കായിട്ടാണ് ഇപ്പോൾ ഡോക്ടറുടെ മൊഴി പുറത്തു വരുന്നത്. പോലീസുകാരൻ മർദ്ദിച്ചുവെന്ന് സിയാദ് പറഞ്ഞതായി ചികിത്സിച്ച ഡോക്ടർ ശരത് രാജൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. കുടുംബം ഉൾപ്പെടെ ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ പോലീസുകാർ എന്ന് പറഞ്ഞത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണ് സിയാദിനെ മർദ്ദിച്ചതെന്നായിരുന്നു. എന്തായാലും നിർണായക വഴിത്തിരിവാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. അനിൽ കാസ് ചെയ്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.